Lord, എന്നെ എല്ലാവർക്കും കേൾക്കാൻ ഒക്കുമോ? കേൾക്കാം. താങ്ക് യു. ഞങ്ങൾ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ കുടുംബമായിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ പനിയും ചുമയും പ്രയാസത്തിൽ കൂടെയൊക്കെ പോയിരുന്നു. താങ്ക് യു റിമെമ്പറിങ് അസ് ആൻഡ് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് ആയിട്ടും ദൈവം വിടുതൽ തന്നുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ചില വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മളെല്ലാവർക്കും ഒരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്, ഒരു ഹോപ്പ് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചാൽ ആ ദൈവം തന്നിരിക്കുന്ന ആ ഹോപ്പിനെ കുറിച്ചാണ്. നമ്മൾ ഈ വിശ്വസിക്കുന്ന ആ ഹോപ്പ് ജീവനുള്ള ഹോപ്പാണ് അല്ലേ? നമ്മൾ പറയും ജീവിക്കുന്ന വിശ്വാസം, ജീവനുള്ള ഹോപ്പ്. നമുക്ക് അതിനെക്കുറിച്ച് ചില ദൈവഭാഗങ്ങൾ ധ്യാനിക്കാം. നമ്മൾ അപ്രകാരം തന്നെയാണോ മുന്നോട്ട് നീങ്ങുന്നതെന്ന് ദൈവത്തിൽ ആശ വെച്ച് പ്രവർത്തിച്ച് ആ ജീവിക്കുന്ന ഹോപ്പുള്ളവരായിരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വചനധ്യാനത്തിനായിട്ട് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. ഇത് നോക്കുന്നത് എന്നെ മലയാളത്തിൽ നിന്ന് വായിക്കുവാൻ സഹായിക്കണോ? ആരെങ്കിലും വായിക്കുമെങ്കിൽ അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 8:24-25. അപ്പം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ജീവനുള്ള ഒരു ഹോപ്പാണ് നമുക്കുള്ളത്. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹോപ്പുണ്ട്. ആ ഹോപ്പുകളെല്ലാം ഈ ലോകത്തേക്കുള്ള ഒരു ഹോപ്പാണ്. അത് ശാശ്വതമല്ല. എന്നാൽ ദൈവവചനപ്രകാരം നമുക്കൊരു ഹോപ്പുണ്ട്. ആ ഹോപ്പിൽ ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധയോടെ, നമ്മൾ ഓരോരുത്തരും എത്ര ശ്രദ്ധയോടെ ആ ഹോപ്പിൽ ആശവെച്ച് ഇങ്ങനെ അത് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. വൃത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പം നാം ഒരു ജീവനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുകയാണ്. ആ ജീവനുള്ള പ്രത്യാശയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരവസ്ഥ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ആ ജീവനുള്ള പ്രത്യാശയ്ക്കാണ്. ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ടാണോ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകാല ശ്രദ്ധയോടുകൂടി, ബിക്കോസ് പലപ്പോഴും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആത്മീയമായിട്ട് നമുക്ക് പലപ്പോഴും ഇറങ്ങിപ്പുറപ്പെട്ട പലരെയും പിന്നോട്ട് പിടിക്കുന്ന ഒരവസ്ഥ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തിൽ അനേകരെ ദൈവം വിളിച്ചിട്ടുണ്ട്, എന്നാൽ ചുരുക്കം പേരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ട് ഈ ഓട്ടക്കളത്തിൽ നമ്മൾ എത്ര ശ്രദ്ധയോടെ നമുക്ക് ഓടണം. അപ്പോൾ ഈ ജീവനുള്ള പ്രത്യാശ എന്തുവാണ് എന്ന് നമുക്ക് നോക്കണം. അത് അപ്രകാരം ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ തയ്യാറാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് അപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ദൈവസ്നേഹത്തിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നോട് കൂടെ വരണം. 1 യോഹന്നാൻ 3-ാം അധ്യായം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അപ്പം ഇങ്ങോട്ട് നോക്കിയ സഹോദരങ്ങളെ,
ഇത്ര വലിയ സ്നേഹം ഞാൻ ഒരു 4-5 ദിവസം മുമ്പ് എൻ്റെ ഒരു നല്ല അടുത്ത ഫ്രണ്ടാണ്. അതുപോലെ ലോകപ്രകാരം നോക്കിയാൽ നല്ല ഉന്നത പദവിയിൽ ജോലി ചെയ്യുകയും റിട്ടയറാവുകയും ഒക്കെയും ചെയ്ത് റിട്ടയറായി നാട്ടിലൊരു നല്ല നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ മനുഷ്യരെ പേടിപ്പിച്ച് ദൈവത്തിലേക്കാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യരെ പേടിപ്പിച്ച് ദൈവത്തിലേക്കാക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ലാതെ ദൈവസ്നേഹത്തിനെക്കുറിച്ച് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കാനിടയായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ദൈവസ്നേഹത്തിലാണ്, ദൈവം സ്നേഹമാണ്. അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം അവിടുന്നാണ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നു. ഇതെല്ലാം സ്നേഹത്തിലാണ്. ഈ ബൈബിള് ഒരു സ്വല്പമെങ്കിലും വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നാളും അത് പറയത്തില്ല നമ്മൾ പേടിപ്പിച്ചാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഒരൊറ്റ അക്ഷരം പറയാതെ ആ സന്തോഷത്തോടെ ഏകദേശം 1-1.5 മണിക്കൂർ ദൈവവചനം കേൾക്കുവാനിടയായി. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന ജീവനുള്ള ആ ദൈവത്തിൻ്റെ ആ പ്രത്യാശ, എനിക്ക് ഈ പ്രത്യാശ എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ ഈ പ്രത്യാശയോടും ഇതെൻ്റെ പ്രവർത്തനത്തിലാണോ ഞാൻ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നത് എന്നാണ് നമുക്കിന്ന് നോക്കണേ. ആ സിസ്റ്റർ വായിച്ചതുപോലെ ഇനി പ്ലീസ് കണ്ടിന്യൂ ഒന്ന് വായിക്കണേ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. കണ്ടോ, നാം ഇത്രയും നമുക്ക് വിശ്വാസത്തിൽ അറിയാം, അതും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നാം ദൈവമക്കളാണ്. ദൈവം അതിനനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന്, ദൈവത്തിൻ്റെ കൃപ തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും പിന്നെന്തുവാ ഇപ്പോട്ട് വായിച്ചാട്ട്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. കണ്ടോ, നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇതാണോ നമ്മുടെ പ്രത്യാശ? ഈ പ്രത്യാശ വെച്ചാണോ ഞാൻ എൻ്റെ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്ന പോലെ അവനെ കാണുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ഹോപ്പ്, ഒരു ജീവനുള്ള ഹോപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിനോട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട്, പ്രാർത്ഥനയെ വിലയിരുത്തിക്കൊണ്ട്, വിശ്വാസത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ദൈവാത്മാവ് നമുക്ക് യഥാർത്ഥത്തിൽ ഉത്തരം തരും. എന്തുവാണ് പിന്നെ തുടർന്നാട്ട് സിസ്റ്ററെ? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, അപ്പൊ ഒന്ന് നോക്കിയേ, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ അവനിൽ ഈ പ്രത്യാശയുണ്ടോ? എനിക്ക് ഈ പ്രത്യാശയുണ്ടോ? എനിക്ക് ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ എന്തുവാ പ്രത്യാശ? എൻ്റെ യേശു അപ്പച്ചൻ കടന്നു വരുമ്പോൾ എൻ്റെ യേശു അപ്പച്ചനായിരിക്കുന്നത് പോലെ എനിക്ക് കാണുവാൻ സാധിക്കും എന്നൊരു ഹോപ്പ്, എനിക്കൊരു വിശ്വാസവും പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എനിക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കും. അവിടെ ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം. അവനിൽ നമുക്ക് എന്ന് നോക്കാം സഹോദരങ്ങളെ, അവനിൽ ഈ പ്രത്യാശയാണോ എനിക്കുള്ളത്? ഇന്ന് നമ്മൾ ഓരോ പ്രാർത്ഥന കൂട്ടങ്ങളിൽ പോകുമ്പോൾ ഈ പ്രത്യാശയോടുള്ള വചനങ്ങളാണോ നമ്മൾ ശ്രവിക്കുന്നത്? ഈ പ്രത്യാശയോടാണോ നമ്മൾ നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്? എൻ്റെ യേശുനാഥൻ, എൻ്റെ യേശു കർത്താവ് ഏതു നിമിഷവും കടന്നു വരും. അപ്പോൾ അവനായിരിക്കുമ്പോൾ ഞാൻ ആ കർത്താവെ ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെയാണോ, അതോ ആ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെയാണോ? അതെപ്രകാരമാണ്. അതിങ്ങനെ ആയിരിക്കാം. ഞങ്ങൾ വിശ്വാസികളാണ്,
ഞങ്ങൾ ആത്മാഭിഷേകം പ്രാപിച്ചവരാണ്, ഞങ്ങൾക്ക് ദൈവവചനം അറിയാം, ഞങ്ങളെ മറ്റുള്ളവർ പഠിപ്പിക്കണ്ട, ഇല്ലയോ? അങ്ങനെയല്ലയോ ആ ബുദ്ധി ഇല്ലാത്ത കന്യകമാർ പ്രവർത്തിച്ചത്? നമ്മൾ അങ്ങനെയാണോ? ഓ, നമുക്കിങ്ങനെയാണ് വേണ്ടും വണ്ണം. ഇതുവരെ അപ്പോസ്തലൻ പറയുക, ഇതുവരെയും വേണ്ടും വണ്ണം ഞാൻ തയ്യാറായിട്ടില്ല, വല്ലതും നോക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയായിട്ട് നമുക്ക് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ഒന്ന് എടുത്താട്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എന്തോ 12-ാം വാക്യം. വായിച്ചാട്ടെ. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന്. പിന്നെന്തുവാ? ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. കീപ്പോട്ട് വെച്ചാട്ട്. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിക്കണം. ഞാൻ പിടിച്ചുവെന്നോ, നമുക്ക് ദൈവവചനം അറിയാമെന്നോ, നമുക്ക് ആത്മാവിനെ ലഭിച്ചുവെന്നോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്നോ, മറ്റുള്ളവർക്ക് അറിയത്തില്ലെന്നോ, ഇങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കട്ട. വല്ല വിധേനയും അതിൻ്റെ 10-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ഒന്ന് വായിക്കാമോ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് വല്ല വിധേനയും. ഒന്ന് വായിക്കാമോ അത്? അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഇങ്ങനെ വല്ല വിധേനയും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്, ഇങ്ങനല്ല നമ്മളത് പിടിച്ചെന്നോ, നമുക്കത് കഴിയുമെന്നോ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണെന്നോ, ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചെന്നോ. അദ്ദേഹം പറയുക 3-ാം സ്വർഗത്തോളം എത്തിയ വ്യക്തിയാ പറയുന്നേ. 3-ാം സ്വർഗത്തോളം മനുഷ്യർക്ക് കേട്ടുകൂടാത്ത ശബ്ദങ്ങൾ കേട്ട ആ വലിയ മനുഷ്യൻ പറയുക, ഞാൻ പിടിച്ചെന്ന് വിചാരിക്കുന്നില്ല, നേടിയെന്ന് വിചാരിച്ചിരുന്നില്ല. വല്ല വിധേനയും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, വല്ല വിധേനയും. Is it that in my life, beloved? നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്ത ഉണ്ടോ? വല്ല വിധേനയും കർത്താവേ, ഈ ലോകം മുഴുവനും, സർവ്വലോകവും എന്തുവാണ് പറയുന്നേ? ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു, ദുഷ്ടനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഇന്ന ദേശമൊന്നുമില്ല, അമേരിക്ക എന്നില്ല, ഓസ്ട്രേലിയ എന്നില്ല, ഇന്ത്യ എന്നില്ല. ഏത് ലോകവും എവിടെയും ദുഷ്ടന്റെ അധീനതയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചിന്തിക്കേണ്ടത്, വല്ല വിധേനയും എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഒരു ഓട്ടം. ഇതിൽ നമ്മളിൽ മുതിർന്നവർ, നമ്മളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എനിക്ക് ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ ഒക്കുമോ എന്ന് വെച്ച് നമ്മുടെ ഓട്ടത്തിൽ നല്ല ഓട്ടം ഓട്ടക്കളത്തിൽ തെറ്റിക്കാൻ അനേക സാധ്യതകളുണ്ട്. അനേക രീതിയിൽ പാപം നമ്മുടെ വഴിയിൽ, നമ്മുടെ മുമ്പിൽ എല്ലിനെ ഇട്ടേക്കുക, കടിച്ചു പറിച്ച് അതിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇട്ട് അതിൽ തട്ടി നമ്മൾ വീഴണമെന്ന് വെച്ച് അവൻ എല്ലാ പരിപാടികളും ഒപ്പിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഓട്ടത്തിൽ ഓടണം സഹോദരങ്ങളെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? അതിൻ്റെ 3:17 മുതലൊന്ന് നോക്കിയേ. 3:17. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുകയും നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും പിന്നെ ഈ മെച്ചുവേർഡ് ആയിട്ടുള്ളവർക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കണം. എന്നെ
അപ്പോസ്തലൻ പറയുക, എന്നെ അനുഗമിപ്പീൻ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അനുകരിക്കണം, നമ്മുടെ ജൂനിയേഴ്സായിട്ടുള്ളവർ നമ്മളെ അനുഗ്രഹിക്കണം. നമ്മുടെ വാക്കുകളാൽ മാത്രമല്ല, ഏറ്റവും അധികമായിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളാലും. പിന്നെ കീബോർഡ് എന്തുവാ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ആ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കണ്ടുകൊണ്ട് പറയുന്നു. അന്ന് അപ്പോസ്തലൻ പറഞ്ഞപ്പോഴ് എത്രമായിരുന്നു ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ അവസ്ഥ എത്രമാത്രമാണ്. അനേകർ ക്രൂശിന്റെ ശത്രുക്കളായിട്ട് ജീവിക്കുക. കീപ്പോട്ട് വായിച്ചാട്ട്. അവരുടെ അവസാന നാശം, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഈ ഇടയ്ക്ക് ഒരു അങ്കിള് എന്നോട് പറഞ്ഞു, ഒരു ദൈവ വിശ്വാസി എന്ന് ആ അങ്കിളിനോട് പറയുക, ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയി, എൻ്റെ മക്കൾക്ക് ആ ജോലി കിട്ടി, എൻ്റെ മോന് ഇത് കിട്ടി, എൻ്റെ മക്കൾക്ക് ഇതെല്ലാം കിട്ടി. എന്നാൽ അങ്കിളും ഈ ഇതിലോട്ടൊന്ന് വന്നേരെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കും. ഇന്ന് അനേകർ ഈ രീതിയിലാണ് പ്രത്യാശ കൊടുത്തു വിടുന്നത്. പ്രിയരെ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞോ, ഇങ്ങോട്ടൊന്ന് നടന്നോ. ഇന്ന് അതേ രീതിയിലുള്ള പ്രവചനങ്ങളും പരിപാടികളുമാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ളവരെ കുറിക്കൊള്ളണം. ആരെ? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഇങ്ങനെയുള്ളവരെ അനുകരിപ്പീൻ. ഇപ്പോട്ട് വായിച്ചാട്ടെ. നമ്മുടെ പൗരത്വമോ ആകുന്നു. നോക്കിയേ. അപ്പോൾ ഒന്ന് ആലോചിക്കണേ, ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇസ് ഇറ്റ് ദാറ്റ് എൻ്റെ ഹോപ്പ് ഇതാണോ? എൻ്റെ ഹോപ്പ് ഇതാണോ? എൻ്റെ പ്രത്യാശ ഇതാണോ? ഞാൻ ഇതനുസരിച്ചാണോ വരുന്നത്? ഞാൻ ഇതനുസരിച്ചാണോ എൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കേട്ടോ, നമ്മുടെ പൗരത്വമോ. അപ്പം അനേകർക്ക് ഇത് എന്തുവാ? ഇത് ക്രൂശിന്റെ വചനം എന്തുവാന്നാ അവരുടെ എന്തുവാന്നാ പറഞ്ഞ എന്തുവാന്നാ പഠിച്ചേ നമ്മള്? ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അവരുടെ ദൈവം വയറത്രേ. അവരുടെ ദൈവം വയറത്രേ. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഈ നാളുകളിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് കണ്ണുനീരോടുകൂടി ജീവിക്കേണ്ട നമ്മുടെ കർത്താവ് ഏത് നിമിഷവും ഇത് നമുക്കൊരു പഴയ കഥയായിട്ട് വെക്കാനല്ല, ഇതൊരു ലിവിങ് ഹോപ്പായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ പൗരത്വം എൻ്റെ സ്വർഗത്തിലാണ്. എനിക്ക് അറിയത്തില്ല ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ട്, ഞാൻ എത്ര നാൾ ഇവിടെ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, എനിക്കൊന്ന് ചെയ്യാനൊക്കും. എനിക്ക് അവർക്ക് ഉദാഹരണമായിട്ട്, എക്സാമ്പിളായിട്ട്, മാതൃകയായി ജീവിച്ചുകൊണ്ട്, ദൈവവചനം പറഞ്ഞുകൊണ്ട്, ഞാനും മാതൃകയുള്ള ജീവിതം നയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കടന്നു വരുവാന്, ആ കുഞ്ഞുങ്ങൾ കാണുവാന്, നമ്മുടെ യങ് ജനറേഷൻ കാണുവാന് ഇടവരട്ടെ. ഞാനിത് പറഞ്ഞത് നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ശോധന ചെയ്യുന്നതിന് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ ആ ജീവനുള്ള ഹോപ്പിനെ കുറിച്ച് കണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, ഞാൻ അധികം സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ നമുക്ക് അവിടെ 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അവൻ പ്രത്യക്ഷനാവുമ്പോൾ താൻ ആയിരിക്കുന്നത് പോലെ
അവനെ കാണുന്നതാകൊണ്ട് ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാണ് ലിവിങ് ഹോപ്പ്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനായിരിക്കുന്ന പോലെ അവനെ കാണുവാൻ ദൈവം എന്നെ സഹായിക്കും. ഇതാണ് ലിവിങ് ഫെയ്ത്ത് ആൻഡ് ലിവിങ് ഹോപ്പ്. എന്നിട്ട് കീബോർഡ് വായിച്ചാട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഒന്നുകൂടെ നോക്കേ, അവനിൽ ഈ ജീവനുള്ള പ്രത്യാശയുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇതായിരിക്കണം പ്രത്യാശ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രത്യാശയാണ് കൊടുക്കേണ്ടത്. ഈ പ്രത്യാശ കൊടുക്കുന്ന കുഞ്ഞുങ്ങള് ഈ ലോകത്തിൽ അനുരൂപരാകാതെ ദൈവത്തിന് അനുരൂപരാകിക്കൊണ്ട് ജീവിക്കുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഓസ്ട്രേലിയയിൽ ഒരിടത്ത് വാഗാ എന്ന സ്ഥലത്ത് പോയപ്പോൾ ദൈവവചനം ഷെയർ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി വെളിയിലോട്ട് വന്നേ ഉള്ളൂ. ഒരു 45-50 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് ഓടി വന്നിട്ട് പറയുക, കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്കൊക്കെ ഇന്ന് ഭയമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു 13-14 വയസ്സാകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ വിട്ടേച്ചങ്ങ് ഓടിപ്പോവുക. ഓരോ ഭവനങ്ങളിലെ അവസ്ഥ ഇതാ. ഇതിനെന്താ ഒരു അന്ത്യം? ഇതിനെങ്ങനാ ഒക്കുന്നേ എന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ വിഷമം എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ ചില വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ദൈവത്തിൻ്റെ അവിടെ സ്വല്പ സമയം ഇന്നത്തെ അവസ്ഥ ഇതാണ്. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ജീവനുള്ള പ്രത്യാശ, ഈ ജീവനുള്ള വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അപ്രകാരം ഇവിടെ നടത്തിയില്ലെങ്കിൽ അവരോട് ഇതൊക്കെ പറയുമ്പോഴേ അവർക്കിത് ലെറ്ററായി മാറും. ഈ ലെറ്റർ കിൽസ് us, സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ലെറ്റർ കിൽസ് us. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവാകുന്ന ഈ വചനം ആ അക്ഷരം മാത്രം കൊടുത്തുകൊണ്ടല്ല, ആത്മാവൂടാക്കി ആത്മാവിനോട് ചേർത്ത് ഈ ദൈവവചനം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി തീരും. സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കിയേ, അവനിൽ ഈ പ്രത്യാശയുള്ളവർ ഒക്കെ എന്തോ ചെയ്യുന്നെന്നാ പറയുന്നേ? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ സന്ധ്യയുടെ സമയത്ത് നിങ്ങളോടൊത്ത് എനിക്ക് ഈ വചനം ധ്യാനിക്കുവാൻ എനിക്കും ഈ പ്രത്യാശ ഉണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രത്യാശയോടുകൂടിയാണോ ഞാൻ ഈ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? അതോ ഇതൊരു ട്രഡീഷനായിട്ട്, ഇതൊരു റിച്വലായിട്ട്? പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മൾ ഇതൊരു റിച്വലായിട്ട് ചെയ്തു കൊണ്ടുപോകാം. വൈകിട്ട് പ്രാർത്ഥിച്ചു. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വല്യമ്മച്ചി പറയുമായിരുന്നു, എന്തുവാണെന്നറിയാം, ഇന്ന് സങ്കീർത്തനവും സദൃശവാക്യവും വായിച്ചില്ലേ, നിങ്ങൾക്ക് ആർക്കും അത്താഴമില്ല. അപ്പോൾ പിന്നെ ലിവിങ് റൂമിൽ പോയിരുന്ന് ഒരൊറ്റ സങ്കീർത്തനം വായനയാണ്. പിന്നെ അനിയനോടോ മറ്റുള്ളവരോട് പറയും, സദൃശവാക്യങ്ങളോട് ഒന്ന് ഉറക്കെ വായിച്ചേര്. പിന്നെ വല്യമ്മച്ചി ചോറ് വിളമ്പും. ഇത് അതേ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരരുത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യാശ ഇപ്രകാരമായിരിക്കണമേ. അതിന് നമ്മളെ തന്നെ തയ്യാറാക്കിയെങ്കിലേ ഒക്കൂ. അവരോട് നിർബന്ധിച്ച് അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ല, നാം നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കീബോർഡൊന്ന് വായിച്ചാട്ടെ. എന്തുവാ പറഞ്ഞേ? ഒന്നുകൂടെ വായിച്ചാട്ടെ. പാപധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ ഹോപ്പാ സിസ്റ്ററെ, ഇതാണ് പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടത്. ഞാൻ അവനിൽ വസിക്കുന്നു. ഇന്നലെ ഞാൻ ചില ഏരിയകളിൽ തെറ്റി, എനിക്കിനി ആ വഴി തെറ്റണ്ട. എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ. എൻ്റെ യേശു തമ്പുരാനെ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യേശു തമ്പുരാനെ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അനേകർ മോസസിൻ്റെ ലോയും കൊണ്ടിരിക്കുക.
മോസസിന്റെ ലോ കൊണ്ട് അവരിന്നിരിക്കുന്നത്. കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി കൃപയുടെ വചനം പറഞ്ഞുകൊണ്ട് തന്നു. ആ കൃപയുടെ വചനം കൊടുക്കുന്നതിന് പകരം മോസസിന്റെ ലോസ് പറഞ്ഞുകൊണ്ട് പലരെയും കീഴ്പ്പെടുത്തുവാൻ നോക്കുമ്പോൾ നമുക്ക് ആ കൃപയും സത്യവും സ്നേഹവും കൊടുത്തുകൊണ്ട് ആ കാൺമീൻ നാം ദൈവമക്കളെന്ന് കർത്താവിൻ്റെ വലിയ സ്നേഹം നമുക്ക് തന്നതുപോലെ ഈ വലിയ സ്നേഹത്തിൽ ഈ കൃപയും സത്യവും ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഓഫ് ട്രൂത്ത്, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ഫുൾ ഓഫ് ട്രൂത്ത് നമ്മുടെ കർത്താവ് നമുക്ക് തന്നു. അതിൽ നിന്ന് നമ്മൾക്ക് മറ്റുള്ളവർക്കും കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രധാന ഈ പ്രത്യാശ അതിൻ്റെ 7, 8 വരെ അല്ലെങ്കിൽ ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വായിക്കാമോ? കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാകുന്നു. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നമുക്ക് സ്വന്തം നീതിയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തരുന്ന നീതിയാണ്. ആ നീതിയിൽ, ആ ന്യായത്തിൽ, ആ സ്നേഹത്തിൽ നമ്മളും നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിനായിട്ട് അനേക, പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ അടുത്ത പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, എൻ്റെ മക്കളെ, എൻ്റെ യേശു വരുമ്പോൾ നമ്മൾ തള്ളപ്പെടരുത്. ഈ പ്രത്യാശ, ഈ ജീവനുള്ള ഹോപ്പ് എനിക്കും നിങ്ങൾക്കും ദൈവം ഈ വചനത്തിൽ കൂടി നമുക്ക് തന്നല്ലോ. അവനിൽ എനിക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ ഞാൻ അവനാ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലനായി ജീവിക്കുവാൻ കരയുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം അനുവദിക്കുമ്പോൾ വേറെ അവസരങ്ങളിൽ കർത്താവ് അവസരം തരുമ്പോൾ നമുക്ക് ധ്യാനിക്കാം. പക്ഷേ ഈ പ്രത്യാശയോടുകൂടി, ഈ ജീവനുള്ള പ്രത്യാശയോടുകൂടി ഈ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ഈ പ്രദേശത്ത് നമ്മൾ അധികം പേരൊന്നും വേണ്ട, കൂടുതൽ പേരൊന്നും. അബ്രഹാം ഒരുവനായിരുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പോരാടി അനേകരെ വിളിക്കപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാണ്. ആ ചുരുക്കം പേരിൽ നമ്മളും ആയിരിക്കാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേക എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവമക്കൾക്ക് വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഇടയാക്കിയല്ലോ. ദൈവം കണ്ടുപിടിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര സ്നേഹം തന്നിരിക്കുന്നു. നാം ഇന്നതാകും ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ താൻ ഇരിക്കും പോലെ കർത്താവായ യേശുവിനെ